ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തിന് എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവൻ അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തിന് എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ധനവാന്റെയും ലാസറിൻ്റെയും ചരിത്ര സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മരണാനന്തരമായ അവസ്ഥ, മരണത്തിന് ശേഷമുള്ളതായ അവസ്ഥ, ആ ലോകത്ത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് നിത്യതയിലേക്ക് കടന്നു ചെന്നതിന് ശേഷം പാതാളത്തിൽ ധനവാൻ യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഭൂമിയിലുള്ളവരെക്കുറിച്ച് അവന് കരുതലുണ്ട്, സ്നേഹമുണ്ട്, പരിഗണനയുണ്ട്. അവനക്കാര്യം അത് പറയുന്നുമുണ്ട്. അക്കരദേശത്തേക്ക് പോയവർ, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടവർ, ഈ ഭൂമിയിലുള്ള ആളുകളെക്കുറിച്ച് കരുതലുള്ളവരാണ്. അവർ പാതാളത്തിൽ യാതനാസ്ഥലത്താണെങ്കിൽ പോലും ഈ യാതനാസ്ഥലത്ത് എൻ്റെ പ്രിയപ്പെട്ടവർ വരരുത് എന്ന് ആഗ്രഹിക്കുകയാണ്. എൻ്റെ സഹോദരന്മാർ 5 പേരും അവർ ഇന്നത്തെ നിലയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഈ യാതനാസ്ഥലത്ത് എത്തിപ്പോകും. ഈ യാതനാസ്ഥലത്തേക്ക് തന്നെയാണ് അവരും വരാൻ പോകുന്നത്. കാരണം അവർക്ക് മാനസാന്തരമില്ല. അവർക്ക് മാനസാന്തരമില്ല എന്നുള്ളതാണ് യാതനാസ്ഥലത്ത് എത്തുന്നതിന്, നിത്യ യാതനാസ്ഥലത്തേക്ക് പോകുന്നതിന് കാരണം എന്ന് ആ ധനവാനായ മനുഷ്യൻ മനസ്സിലാക്കി. ആത്മാവിന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ശരീരം വിട്ട് കഴിഞ്ഞാലും ബോധമുണ്ട്, ബുദ്ധിയുണ്ട്, ഓർമ്മയുണ്ട്. സഹോദരന്മാരെക്കുറിച്ച് ഓർമ്മയുണ്ട്, ഈ ഭൂമിയിലുള്ളവരെക്കുറിച്ച് ഓർമ്മയുണ്ട്, ഭൂമിയിൽ അവരെങ്ങനെ ജീവിക്കുന്നതിനെക്കുറിച്ചുള്ളതായ ഗ്രാഹ്യമുണ്ട്. അവർ മാനസാന്തരം ഇല്ലാത്തവരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വേദനയുണ്ട്. ഈ നിലയിൽ അവർ ജീവിച്ചാൽ യാതനാസ്ഥലത്ത് അവർ എത്തിച്ചേരും എന്നുള്ള വാസ്തവമായ മനോബോധ്യം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നവർക്കുണ്ട്. അത് ഗൗരവമുള്ളൊരു കാര്യമാണ്. അവർ നിത്യ ശുഭതീരത്തെത്തിയില്ല, അവർ പരിശുദ്ധന്മാരുടെ നിരയിൽ എത്തിയില്ല, ദൈവരാജ്യത്തിൽ അവരെത്തിയില്ല. ദൈവരാജ്യത്തിൻ്റെ മനോമോഹനത്വം അവർ കാണുന്നുണ്ട്. അബ്രഹാം പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെ അവർ കാണുന്നുണ്ട്. അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ലാസർ സ്വസ്ഥമായും സുഖമായും സൗഖ്യമായും ഇരിക്കുന്നത് ഈ ധനവാൻ കാണുന്നുണ്ട്. എന്നാൽ ആ സൗഭാഗ്യം എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള സങ്കടവും നിരാശയും ദുഃഖവും എല്ലാം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ ആ അപകടം എൻ്റെ സഹോദരന്മാർക്ക് വരരുത്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അനർത്ഥം സംഭവിക്കരുത് എന്നുള്ള അഗാധമായ കൺസേൺ, വലിയ സ്നേഹം, വലിയ കരുതൽ, വലിയ പരിഗണന ആ ധനവാൻ്റെ ഹൃദയത്തിൽ വരികയാണ്. അതാണ് പറയുന്നത്, എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ ഈ ലാസറിനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഈ ലാസർ ചെന്ന് അവരോട് സാക്ഷ്യം പറയട്ടെ. ലാസർ ഇന്ന് അനുഭവിക്കുന്നതായ സൗഭാഗ്യം അത് നിത്യ സൗഭാഗ്യമാണെന്നും, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം ഞാൻ അനുഭവിക്കുന്നതായ ദൗർഭാഗ്യം, യാതന, ഘോരമായ ദുരിതം,
തീർത്താൽ തീരാത്ത നഷ്ടം അത് നിത്യമാണ് എന്നും ഈ ധനവാൻ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടി ഒരു സാക്ഷ്യം പറയുന്നതിന് ലാസറിനെ അയക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ലാസർ കണ്ടതായ കാര്യങ്ങൾ, ധനവാൻ്റെ യാതനയും ലാസറിൻ്റെ സൗഭാഗ്യവും ചെന്ന് നേരിട്ട് മരിച്ച ലാസർ നേരിട്ട് ഭൂമിയിൽ ചെന്ന് ഒരു സാക്ഷ്യം പറയാൻ ലാസറിനെ അങ്ങോട്ട് ഭൂമിയിലേക്ക് അയക്കണം എന്നാണ് ധനവാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അബ്രഹാം പിതാവ് പറയുകയാണ്, ഇങ്ങനെ മരിച്ചവരിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ചെന്നല്ല അവിടെ സാക്ഷ്യം കൊടുക്കുന്നത്. അവിടെ അവർക്ക് ആവശ്യമുള്ള വചനം കൊടുക്കുവാൻ പ്രവാചകന്മാരുണ്ട്. കാലാകാലങ്ങളിൽ ദൈവം നിയോഗിച്ചിട്ടുള്ള പ്രവാചകന്മാരുണ്ട്. ദൈവം നിയമിക്കുകയും നിയോഗിക്കുകയും അധികാരപ്പെടുത്തുകയും ചെയ്ത ദൈവത്തിൻ്റെ വ്രതന്മാരുണ്ട്, ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരുണ്ട്. മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. അവരുടെ വാക്കാണ് അവർ കേൾക്കേണ്ടത്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവർക്ക് പ്രവാചകന്മാരുടെ നാവിൽ കൂടി വരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവാചകന്മാരുടെ നാവിൽ കൂടി പറയുന്നത് കേൾക്കുകയും മനംതിരിയുകയും ചെയ്യാം. ഉടനെ ധനവാൻ പറയുകയാണ്, അവർ മാനസാന്തരപ്പെടണമെങ്കിൽ ഭൂമിയിലുള്ളവരാരും പറഞ്ഞാൽ സാധിക്കുന്ന രീതിയിലല്ല അവരുടെ സ്വഭാവഗതി ഇരിക്കുന്നത്. ഈ ഭൂമിയിലുള്ള ആരിൽ നിന്ന് പറഞ്ഞാലും അവർ മാനസാന്തരപ്പെടുകയില്ല. അവർ മാനസാന്തരപ്പെടണമെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ചെന്ന് ഒരിക്കലും സംഭവിക്കാത്ത രീതിയിലുള്ളതായ ഒരു അത്ഭുതം നടന്നു കഴിയുമ്പോഴാണ് അവർ മാനസാന്തരപ്പെടുന്നത്. മരിച്ചവരിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ചെന്ന് പറഞ്ഞാൽ ആ സാക്ഷ്യം അവർ കേൾക്കുകയും അവർ മാനസാന്തരപ്പെടുകയും ചെയ്യും. ഉടനെ അബ്രഹാം പിതാവ് പറയുകയാണ്, അല്ലല്ല, ഭൂമിയിലുള്ള പ്രവാചകന്മാരുടെ വാക്ക് അവർ കേൾക്കാൻ മനസ്സില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ചെന്നാലും അവരെ മാനസാന്തരപ്പെടുകയില്ല, അവർ വിശ്വസിക്കുകയില്ല. മാനസാന്തരം വിശ്വാസത്താലാണ്. കാര്യഗൗരവത്തിലേക്ക് നാം വരികയാണ്. നമ്മുടെ കരുണയുള്ള കർത്താവ് ഈ കാര്യത്തിൻ്റെ മർമ്മം പ്രസ്താവിക്കുകയാണ്. മാനസാന്തരം കൂടിയേ കഴിയൂ. ജീവിത പരിവർത്തനം സംഭവിച്ചേ പറ്റൂ. ഹൃദയം മാറിയേ പറ്റൂ. ഹൃദയം മാറാതെ, സ്വഭാവം മാറാതെ, ജീവിതത്തിൽ വാസ്തവമായ വ്യതിയാനം സംഭവിക്കാതെ, മനപരിവർത്തനം ഉളവാകാതെ ഒരു കാരണവശാലും ദൈവരാജ്യത്തിൽ എത്തുകയില്ല. യേശുക്രിസ്തു ഒരിക്കലൊരു പ്രമാണിയായ ഉപദേഷ്ടാവായ യഹൂദ റബ്ബിയായ നിക്കോദീമോസിനോട് പറയുകയുണ്ടായി, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന്. നിക്കോദീമോസ് അന്നത്തെ യെരൂശലേം ദേവാലയത്തിലെ സന്നദ്ധരീ സംഘത്തിലൊരു അംഗമാണ്, പ്രമാണിയാണ്, യഹൂദ ഉപദേഷ്ടാവാണ്, ഒരു ഗുരുനാഥനാണ്, റബ്ബിയാണ്, പരീശ പ്രമാണിയാണ്, ഉന്നതനായ വ്യക്തിയാണ്, സമൂഹത്തിൽ സ്ഥാനവും നിലയും വിലയുമുള്ള വളരെ ശ്രേഷ്ഠനായ ആദരണീയനായൊരു വ്യക്തിയാണ്. പക്ഷേ നിക്കോദീമോസിനോട് കർത്താവ് പറയുകയാണ്, പുതുതായി ജനിക്കണം. എന്തെല്ലാം നന്മകൾ നിനക്ക് പറയാനുണ്ടെങ്കിലും, ഏതെല്ലാം മേന്മകൾ നിനക്ക് അവകാശപ്പെടാനുണ്ടെങ്കിലും, നീ ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. ദൈവരാജ്യത്തിൽ കടക്കുകയില്ലെന്നല്ല, ദൈവരാജ്യം കാണുക പോലും ചെയ്യുകയില്ല. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് നമ്മുടെ കർത്താവ് നിക്കോദീമോസിനോട് പറയുന്ന കാര്യം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. നിക്കോദീമോസ് അമ്പരന്ന് പോയി. ഇവിടെ നാം ഈ മാനസാന്തരം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ പുതിയ സൃഷ്ടിയാകുക എന്നാണ്. പഴയ സ്വഭാവം മാറുന്നു, പഴയ പ്രകൃതം മാറുന്നു, പഴയ കോപപ്രകൃതി മാറുന്നു, പഴയ പിണക്കം മാറുന്നു, പഴയ വൈരാഗ്യം മാറുന്നു, പഴയ അശുദ്ധി മാറുന്നു, പഴയ ദ്രവ്യാഗ്രഹം മാറുന്നു, പഴയ പ്രവണതകൾ മാറുന്നു, പഴയ ജീവിത ചായ്വുകൾ മാറുന്നു, പഴയ ജീവിത ലാക്കുകൾ മാറുന്നു. ജീവിതത്തിൻ്റെ ലാക്കും ലക്ഷ്യവും ഒരു പുതിയ ദിശയിലേക്ക് തിരിയുന്നു. എല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമായി തീരുന്നു. പുതുതായി ജനിക്കുക. സഹോദരങ്ങളെ, മാനസാന്തരം എന്ന് പറയുന്നത് അത് വിശ്വാസത്താലാണ് സാധിക്കുന്നത്. ഒരാൾ വിശ്വസിക്കാതെ ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വിശ്വാസം മൂലം മാത്രമേ മാനസാന്തരമുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അവർക്ക് മോശയും പ്രവാചകന്മാരുണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് അബ്രഹാം പിതാവ് പറഞ്ഞു. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവനോട്
അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. മാനസാന്തരം വിശ്വാസത്താലാണ്. വിശ്വാസം, പ്രിയപ്പെട്ടവരെ, നാം എല്ലാം പറയും എനിക്ക് വിശ്വാസമുണ്ടെന്ന്. എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ ഒരു അവിശ്വാസിയല്ല, ഞാൻ പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവം സർവശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യാക്കോബ് ശ്ലീഹ പറയും പിശാചുക്കളും ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്. പിശാചുക്കൾ ദൈവത്തെ വിശ്വസിക്കുക മാത്രമല്ല വിറയ്ക്കുകയും ചെയ്യുന്നതാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. യാക്കോബിൻ്റെ ലേഖനം വായിക്കുമ്പോൾ കാണാം, അവർ ദൈവത്തെ വിശ്വസിക്കുന്നു മാത്രമല്ല വിറയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് പിശാചുക്കൾക്ക് മേന്മ കിട്ടാത്തത്, അല്ലെങ്കിൽ നന്മ കിട്ടാത്തത്, അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഒരു പോസിറ്റിവിറ്റി, ഒരു ആത്മീയമായ നിലവാരം ലഭിക്കാത്തത്? അതെന്താണ്? അതിന് കാരണം അവർ ദൈവത്തെ വിശ്വസിക്കുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ പരമശക്തിയെ വിശ്വസിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സർവശക്തിയെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ദൈവത്തെ അനുസരിക്കുന്നില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ അനുസരണമുണ്ട്, വിശ്വാസം ഉണ്ടെങ്കിൽ കീഴ്വഴക്കമുണ്ട്, വിശ്വാസം ഉണ്ടെങ്കിൽ വിനയപ്പെടലുണ്ട്. വിശ്വാസത്തിൻ്റെ ഫലമായ പ്രവൃത്തിയിലേക്ക് അത് വരും. വിശ്വാസമുണ്ടെങ്കിൽ വാസ്തവമായും അനുസരണത്തിലേക്ക് നീങ്ങാതിരിക്കുകയില്ല, ജീവിതത്തിൽ അതിൻ്റെ മാറ്റം വരാതിരിക്കുകയില്ല. എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും എൻ്റെ സ്വഭാവം ഞാൻ മാറ്റുകയും ചെയ്യുന്നില്ലെങ്കിൽ, എൻ്റെ സ്വഭാവം മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, എൻ്റെ പ്രകൃതത്തിൽ മാറ്റം വരുന്നില്ലെങ്കിൽ ആ വിശ്വാസം വ്യർത്ഥമാണെന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. ജീവിതത്തിൽ പ്രവൃത്തിയിൽ കൂടെ വിശ്വാസം തെളിയിക്കണം. ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ് വിശ്വാസവും പ്രവൃത്തിയും. ഒരു വശം വിശ്വാസമാണെങ്കിൽ മറുവശം പ്രവൃത്തിയുണ്ട്. ഒരു വശം മാത്രമല്ല ഒരു നാണയത്തിനുള്ളൂ, ഒരു നാണയത്തിന് രണ്ട് വശമുണ്ട്. ഒരു വശം വിശ്വാസം, മറുവശം പ്രവൃത്തി. ഞാൻ വിശ്വസിക്കുന്നു പറയുകയും വിശ്വാസത്തിൻ്റെ വ്യക്തമായ നിദർശനമായ പ്രവൃത്തി വരാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ വിശ്വാസം നിർജ്ജീവമാണ്, വ്യർത്ഥ മനുഷ്യ എന്നാണ് യാക്കോബ് അതിനെക്കുറിച്ച് പറയുന്നത്. യാക്കോബിൻ്റെ ലേഖനത്തിൽ ആ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. 2-ാം അധ്യായം 14-ാം വാക്യം മുതൽ, സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിലൊരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവീനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളതവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികൾ ഇല്ലാത്തതായാൽ സ്വതവേ നിർജ്ജീവമാകുന്നു. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യമുള്ള ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജ്ജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട് എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിൻ്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമെന്ന്, നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? സഹോദരങ്ങളെ, വിശ്വാസം പ്രവൃത്തികളിൽ കൂടി വെളിപ്പെടണം. ഞാൻ വിശ്വസിക്കുന്നത് പറയുകയും ക്രിസ്തുവിൻ്റെ വചനത്തെ അനുസരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ വാസ്തവത്തിൽ അത് വിശ്വാസം അല്ലെന്ന് മാത്രമല്ല അത് അവിശ്വാസമാണ്, അത് കൊടിയ വഞ്ചനയാണ്. ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ എന്ന് യാക്കോബ് പറയും. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ്. വിശ്വാസം അതൊരു വലിയ ദാനമാണ്, അതൊരു വലിയ കൃപയാണ്, വിശ്വസിക്കാൻ കഴിയുക. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി പോയപ്പോൾ അവരെ അഗ്നിസർപ്പങ്ങൾ കടിച്ചു. സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ കാണാം, മരുഭൂമിയിൽ കൂടി ഇസ്രായേൽ മക്കൾ പോയപ്പോൾ അവരെ അഗ്നിസർപ്പങ്ങൾ കടിച്ചു. അഗ്നിസർപ്പത്തിൻ്റെ വിഷമേറ്റ് ഓരോരുത്തരായി മരിച്ചു വീഴുകയാണ്. അപ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചു, കർത്താവേ, നീ കൂട്ടിക്കൊണ്ടുപോകുന്ന ജനം അവർ അഗ്നിസർപ്പത്തിൻ്റെ വിഷമേറ്റ് മരിക്കുന്നല്ലോ, ഇവരെ എങ്ങനെ രക്ഷിക്കേണ്ടു? എന്താണ് ഈ വലിയ പ്രശ്നത്തിന് പരിഹാരം? ദൈവം ഒരു പരിഹാരം കാണിച്ചു കൊടുത്തു. ഒരു പിച്ചള കൊണ്ട് ഒരു പാമ്പിനെ ഉണ്ടാക്കുക, ഒരു വലിയൊരു കൊടിമരം നാട്ടുക, ആ കൊടിമരത്തിൻ്റെ മുകളിൽ ഈ പാമ്പിനെ അവിടെ നാട്ടി നിർത്തുക. പിച്ചള കൊണ്ടുള്ള പാമ്പ്, താമ്രസർപ്പം. ഇസ്രായേൽ പാളയങ്ങളിൽ എവിടെ ഇരുന്ന് നോക്കിയാലും
ഈ താമ്രസർപ്പത്തെ കാണത്തക്കവണ്ണം ഉയരത്തിൽ നാട്ടി നിർത്തുക. എന്നിട്ട് ജനത്തോട് പറയുക, യഹോവയുടെ വചനമാണിത്, ദൈവത്തിൻ്റെ ശബ്ദമാണിത്, ദൈവത്തിൻ്റെ വചനം അനുസരിക്കൂ. ദൈവത്തിൻ്റെ വചനം ഈ പാമ്പിനെ ഉയർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനപ്രകാരമാണ്. ഈ പിച്ചള കൊണ്ടുണ്ടാക്കിയ പാമ്പിനെ അവിടെ ഉയർത്തി നാട്ടിരിക്കുന്നത് നിത്യനായ ദൈവം അരുളി ചെയ്തതുകൊണ്ടാണ്. നിങ്ങൾ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ ഉടനെ ഈ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയാൽ മതി, നിങ്ങൾ രക്ഷപ്പെടും. ഇത് പറയാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കേട്ടാൽ പലർക്കും വിശ്വസിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. ശരീരത്തിൽ രക്തത്തിൽ വിഷം കലർന്ന് ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ രക്തം പരിഹരണം ചെയ്യുമ്പോൾ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും വിഷം വ്യാപിക്കുന്നു. ശരീരത്തിൽ വ്യാപിച്ച വിഷം അങ്ങോട്ട് ദൂരെ നോക്കിയാൽ എങ്ങനെ മാറാനാണ്? വിഷത്തിൻ്റെ ബാധ എങ്ങനെ ഈ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ്? എന്തെങ്കിലും മരുന്ന് ഇഞ്ചക്ട് ചെയ്യുകയാണെങ്കിൽ മാറിയെന്ന് പറയാം, അല്ല ഒരു മരുന്ന് കുടിക്കാനിടയാകുകയാണെങ്കിൽ മാറിയെന്ന് പറയാം. ഇതൊന്നും കൂടാതെ അങ്ങ് ദൂരെയുള്ള ഒരു പിച്ചള സർപ്പത്തിലേക്ക് നോക്കുമ്പോഴേക്കും ഈ വിഷം ശരീരത്തിൽ നിന്ന് മാറുമെന്ന് പറയുന്നത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? മനുഷ്യബുദ്ധിക്ക് വിധേയമല്ല, മനുഷ്യൻ്റെ യുക്തിചിന്തയ്ക്ക് ഭദ്രമല്ലത്, മനുഷ്യൻ്റെ യുക്തിചിന്തയ്ക്ക് വിധേയപ്പെട്ട കാര്യമല്ല. നാം ഇങ്ങനെ ധ്യാനിക്കുകയാണെങ്കിൽ അഥവാ ഭാവനയിൽ കാണുകയാണെങ്കിൽ വിഷത്തിൻ്റെ ബാധയേറ്റ് ശരീരം ക്ഷീണിക്കുകയും തളരുകയും ബോധം കെടാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നോക്കിയവർ പെട്ടെന്ന് ഉന്മേഷം പ്രാപിച്ചു. വിഷത്തിൻ്റെ ബാധ മാറി. കാരണം അവർ വിശ്വസിച്ചു ഈ കൊടിമരത്തിൻ്റെ മുകളിൽ സർപ്പത്തെ നാട്ടുവാൻ പറഞ്ഞത് നിത്യനായ ദൈവമാണ്. അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ വചനമുണ്ട്. നിത്യമായ വചനം, നിത്യനായ ദൈവത്തിൻ്റെ സനാതനമായ വചനം, ചിരന്തന നൂതനമായ വചനം. ആ വചനമാണ് അവിടെ ആ പിച്ചള സർപ്പത്തെ നാട്ടുവാൻ കാരണമായി തീർന്നത്. ആ വചനം അത് ലഭിച്ചതുകൊണ്ട് വചനം വിശ്വസിച്ചു. വചനം വിശ്വസിച്ചപ്പോൾ ആ വചനത്തിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിച്ചു. ആ പ്രവൃത്തിയിൽ വിശ്വസിച്ചപ്പോൾ അവരങ്ങോട്ട് നോക്കിയപ്പോൾ അവരുടെ വിഷബാധ മാറി. പ്രിയപ്പെട്ടവരെ, സങ്കല്പിക്കൂ, ഏതെങ്കിലും ഒരു കൂടാരത്തിൽ ഒരാൾ തർക്കിക്കുകയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല ഈ മോശ എന്താണ് ഈ പറയുന്നതെന്ന്. മോശ ഈ പറയുന്നതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെ എൻ്റെ വിഷം മാറും ഈ ശരീരത്തിൽ നിന്ന്? ഞാനത് അംഗീകരിക്കുകയില്ല. മോശ ഒരുപക്ഷെ ഒരു പഴഞ്ചനായതുകൊണ്ടായിരിക്കും ഈ പറയുന്നത്. മോശയ്ക്ക് ഇന്നത്തെ ശാസ്ത്രബോധം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇത് പറയുന്നത്. ആധുനിക തലമുറയുടെ ബുദ്ധികൗശലമോ ആധുനിക സമൂഹത്തിൻ്റെ ശാസ്ത്രബോധമോ ഈ കിഴവനായ മോശയ്ക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കും മോശ ഇത് പറയുന്നത്. പക്ഷേ എന്നെപ്പോലെ യുക്തിബോധമുള്ള യുക്തിഭദ്രതയുള്ള ഒരാളിത് വിശ്വസിക്കാൻ പോകുന്നില്ല. അങ്ങനെ പറയുമ്പോൾ ആ പാവം, ആ യുവാവിത താണു പോകുന്നു. അവൻ ക്ഷീണിച്ച് പോകുന്നു. അവൻ വാടി പോകുന്നു. അവൻ തളർന്നു വീഴുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ സമയത്ത് ഒരാൾ കടന്നു വരുന്നു. സ്നേഹിതാ, നീ മരിക്കേണ്ട ആവശ്യമില്ല, നീ ചാകേണ്ട കാര്യമില്ല, നിനക്ക് രക്ഷപ്പെടാൻ നിത്യനായ ദൈവം ഒരു കാര്യപരിപാടി സജ്ജീകരിച്ചിരിക്കുന്നു. ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയാൽ മതി. ദൈവത്തിൻ്റെ വചനപ്രകാരമാണ് പ്രവാചകൻ അത് ചെയ്തിരിക്കുന്നത്. മോശ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല, ദൈവത്തിൻ്റെ വചനപ്രകാരമാണ് പിച്ചള കൊണ്ട് പാമ്പിനെ ഉണ്ടാക്കി അവിടെ നാട്ടിയിരിക്കുന്നത്. നോക്കിയാൽ മതി, ദൈവത്തെ നീ വിശ്വസിക്കൂ. ആ സർപ്പത്തെ നോക്കുവാൻ പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തെ നീ വിശ്വസിക്കൂ. നീ നോക്കൂ, അവൻ അവിടെ കിടന്ന കിടപ്പിൽ പയ്യെ കണ്ണ് ചരിച്ചൊന്ന് നോക്കി. പാവം, പെട്ടെന്ന് അവൻ്റെ കണ്ണ് തെളിയുന്നു. ഇതെന്തൊരു അത്ഭുതം! പെട്ടെന്ന് അവൻ്റെ ശരീരത്തിൽ ജീവൻ പകരുന്നു, ശരീരത്തിൽ ചൂട് പകരുന്നു. അവൻ ഊർജ്ജസ്വലതയുള്ളവനായി തീരുന്നു. പെട്ടെന്ന് ഉന്മേഷം പ്രാപിക്കുന്നു. അവൻ എഴുന്നേറ്റു. ഇനി അവനവിടെ ഇരിക്കാൻ പറ്റില്ല. അടുത്ത കൂടാരത്തിലേക്ക് അവൻ ഓടുകയാണ്. ആദ്യം പറഞ്ഞ ഇയാൾ വേറൊരു കൂടാരത്തിലേക്ക് ഓടി. അവിടെ ക്ഷീണിതരായി ചിലർ കിടക്കുന്നു. അയ്യോ, നിങ്ങൾ മരിക്കേണ്ട ആവശ്യമില്ല, വേഗം നോക്കൂ, അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങളാരും ജീവിതം ഇപ്പോൾ ഈ പ്രായത്തിൽ തീർന്നു പോകേണ്ട ആവശ്യമില്ല. വിഷത്തിൻ്റെ ബാധയേറ്റ്, വിഷത്തിൻ്റെ തീയേറ്റ്, വിഷത്തിൻ്റെ ഘോരമായ ആക്രമണത്തിൽ നിങ്ങളാരും നശിക്കേണ്ട ആവശ്യമില്ല. പാമ്പിൻ്റെ വിഷത്തിൽ മരിക്കേണ്ട ആവശ്യമില്ല. ചെന്ന് ഓരോ കൂടാരങ്ങളിൽ പറയുന്നു, നോക്കിയവർ രക്ഷപ്പെടുന്നു. യുക്തിചിന്തയ്ക്ക് സ്ഥാനമില്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മുടെ കരുണയുള്ള കർത്താവ് പറയുന്നുണ്ട്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ
നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ഇന്ന് എൻ്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ പൈശാചികനാകുന്ന ഘോരനായ സർപ്പത്തിൻ്റെ കടിയേറ്റ് പാപത്തിൻ്റെ വിഷം വ്യാപിച്ച് ആത്മാവ് മരിച്ച് ആത്മാവ് നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യൂ. ഗോകുൽത്തായിൽ നാട്ടിയിരിക്കുന്ന സ്വർഗീയമായ കാര്യപരിപാടി കർത്താവായ യേശുക്രിസ്തു ഗോകുൽത്തായിലെ കുരിശിൽ നാട്ടപ്പെട്ടിരിക്കുകയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. സഹോദരങ്ങളെ, വേദപുസ്തകത്തിലെ ഈ മനോഹരമായ വാക്യം യോഹന്നാൻ 3:16, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവം എന്നെ സ്നേഹിച്ചു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് രക്ഷയ്ക്ക് മാർഗമുണ്ട്. ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നിരിക്കുന്നു. പാമ്പിൻ്റെ കടിയേറ്റ്, ഏദൻ തോട്ടത്തിലെ പഴയ പാമ്പിൻ്റെ ദംശനമേറ്റ്, പാപത്തിൻ്റെ ഘോരമായ ബാധയേറ്റ് പിടയുന്നവർ, നിത്യനരകത്തിലേക്ക് പോകുന്നവർ ഇനിയും നശിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പുതുക്കം തരാൻ, നിങ്ങൾക്ക് നവോന്മേഷം പകർന്നു തരാൻ യേശുക്രിസ്തു ജീവിക്കുന്നു. അവൻ്റെ രക്തം ചിന്തിയിരിക്കുന്നു. മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട വിച്ചൽ സർപ്പത്തെ പോലെ കരുണയുള്ള കർത്താവ് നമുക്ക് വേണ്ടി പാളയത്തിൻ്റെ മധ്യത്തിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നു. ലോകത്തിൻ്റെ നടുക്ക് യേശു ഉയർത്തപ്പെട്ടിരിക്കുന്നു. BC-യുടെയും AD-യുടെയും നടുക്ക് യേശു ഉയർത്തപ്പെട്ടിരിക്കുന്നു. ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ യേശു ഉയർത്തപ്പെട്ടിരിക്കുന്നു. 2 കൊലയാളികളുടെ മധ്യത്തിൽ യേശു ഉയർത്തപ്പെട്ടിരിക്കുന്നു. സ്നേഹിതരെ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ യേശുക്രിസ്തു ഉയർത്തപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിനെ നോക്കുവീൻ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പിന്നെയും പറഞ്ഞത്, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനായ യേശുവിനെ നോക്കുവീൻ. പാപത്തിൻ്റെ കടിയേറ്റവർ, പാപത്തിൻ്റെ ബാധയേറ്റവർ, ജീവിതം താറുമാറാക്കിയവർ, ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്നവർ, നിരാശയിലേക്ക് ആണ്ടുപോകുന്നവർ, പലതരത്തിലുള്ള ക്ലേശങ്ങളിൽ മുഴുകി കഴിയുന്നവർ, ഇപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോക്കുവീൻ യേശുക്രിസ്തുവിൻ്റെ കുരിശിലേക്ക്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നിങ്ങളുടെ നിത്യലജ്ജ അവൻ മാറ്റിത്തരും. നിത്യനിന്ദ അവൻ മാറ്റിത്തരും. നിങ്ങൾക്ക് അവൻ ശാന്തി തരും. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അവൻ കുളിര് കോരിയിടും. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ശാന്തി അവൻ പകരും. നിങ്ങൾക്ക് സമാധാനം തരും. നിങ്ങൾക്ക് പാപക്ഷമ തരും. എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ ക്രിസ്തു നിങ്ങൾക്ക് ക്ഷമിച്ചു തരും. ജീവിതത്തിൽ വന്നുപോയ സകല അനർത്ഥങ്ങളും കർത്താവ് മാറ്റിത്തരും. എല്ലാം കഴുകി വെടിപ്പാക്കി വിശുദ്ധീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയായി നിങ്ങൾക്ക് മാറാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. അവനെ നോക്കാം, അവനെ വിശ്വസിക്കാം. അവൻ്റെ തിരുരക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നെന്ന് വിശ്വസിച്ചുകൊണ്ട് സത്യമാനസാന്തരത്തിലേക്ക് നമുക്ക് വരാം. അവനോട് വാക്ക് പറയാം, ഉടയവനെ, ഈ കാലം അത്രയും നഷ്ടപ്പെട്ടു പോയി, ഈ കാലം അത്രയും പാഴായിപ്പോയി. ഇന്നിതാ ഞാൻ എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, ഈ വചനം കേട്ട് എല്ലാവരെയും വാഴ്ത്തണം, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെയും ശിരസിൽ എൻ്റെ നാഥ അവിടുത്തെ ആണിപ്പാടലുകരം വയ്ക്കണമേ. തിരുരക്തം പുരട്ടണമേ. തിരുരക്തത്താലുള്ള പാപമോചനവും പാപക്ഷമയും വിശുദ്ധീകരണവും നൽകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും നയിക്കണമേ. പൈശാചിക ബാധകൾ മാറ്റണമേ. പാപത്തിൻ്റെ ബന്ധനങ്ങൾ അഴിക്കണമേ. ദുരാത്മഭീതികൾ അകറ്റണമേ. കുടുംബസമാധാനം നൽകണമേ. രോഗശാന്തി നൽകണമേ. രോഗസൗഖ്യം അയക്കണമേ. കർത്താവേ, സകല നന്മകളാലും നിറയ്ക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരമോന്നതമായ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ.